സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗും വെർണയുടെ SX ഓപ്ഷൻ വേരിയന്റിൽ നമുക്ക് അഡാസ് ലഭിക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡെലീസ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിയുടെ ഷോറൂമിലാണ്. നമ്മുടെ കൂടെയുള്ളത് ഹ്യുണ്ടായ് വെർണ SX വേരിയന്റ് ആണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടെയുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് എൽദോസ് നമുക്ക് വിവരിച്ചു തരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റു ലെവലിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം, എൻ്റെ പേര് എൽദോസ്. നമ്മളിപ്പോൾ ഉള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ കോതമംഗലം ഷോറൂമിലാണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായ് വെർണ SX മാനുവൽ എന്ന വേരിയന്റ് ആണ്. അപ്പോൾ ഈ ഒരു വെർണയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വെർണയുടെ ബോണറ്റിന്റെ ഒരു പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, 2 ലൈൻ സൈഡിലും ആയിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് പാരാമെട്രിക് ആയിട്ട് ഒരു കണക്റ്റഡ് LED DRLs വരുന്നുണ്ട്. അതിന്റെ താഴെ തന്നെ പാരാമെട്രിക് ഡാർക്ക് ക്രോമിൽ കളറിലുള്ള ഗ്രില്ല് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയാണ് നമുക്ക് ബമ്പറിന്റെ പോർഷൻ വരുന്നത്. ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ LED ഹെഡ്ലൈറ്റ്സ് വിത്ത് കോർണറിംഗ് ലൈറ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കോർണറിംഗ് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൈഡ് പോർഷനിലായിട്ട് നമുക്ക് ഈ ഒരു ടയറിലേക്ക് വിൻഡ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു ലിപ്പ് പോലത്തെ ഭാഗം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് സൈഡിൽ പോർഷനിൽ വരുന്നുണ്ട്. ഒരു സ്പോർട്ടി ലുക്കിലാണ് വെർണ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ബോണറ്റിന് മുകളിലായിട്ട് ഹ്യുണ്ടായുടെ ഒരു അലുമിനിയം ടൈപ്പ് ലോഗോയും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. 16 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത്. 205/55 R16 16 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസോടുകൂടി അലോയ് വീലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ എല്ലാം തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് റിയർ പോർഷൻ വരെ പോകുന്നുണ്ട്. 2 ലൈൻ പോകുന്നുണ്ട്. അതിൽ തന്നെ നമുക്കിവിടെ മിറർ പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടേണിംഗ് ഇൻഡിക്കേറ്റർ മിററിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കും. ഒരു അലുമിനിയം ടൈപ്പ് ഫിനിഷിനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 170 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 4535 mm ആണ്. പിന്നെ വീതി നോക്കുകയാണെങ്കിൽ 1765 mm ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1475 വരുന്നുണ്ട്. വീൽ ബേസ് 2670. അതുപോലെ 45 ലിറ്ററിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. വെർണ SXന്റെ റിയർ പോർഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിനെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് വൈറ്റ് കളർ വണ്ടിയാണ്. ഇതിന്റെ ബ്ലാക്ക് കളറിലുള്ള ഷാർക്ക് ഫിൻ ആന്റിനാണ് വരുന്നത്. ഇത് തന്നെ ഈ ഒരു ഗ്ലാസ് പോർഷനിൽ തന്നെ വളരെ ഇങ്ങനെ ഈ ഒരു സ്കൂപ്പായിട്ട് ഒറ്റ സെക്ഷൻ ആയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നീട് നമുക്കിവിടെ ഇതിനകത്ത് നമുക്ക് ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതിന് താഴെ തന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ ഹ്യുണ്ടായിന്റെ ലോഗോ ഈ ഒരു പോർഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ തന്നെ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള പാരാമെട്രിക് LED ടെയിൽ ലൈറ്റ്സ് വരുന്നുണ്ട്. വെർണയുടെ എംബ്ലം തന്നെ ഈ ഒരു ലൈറ്റിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ബമ്പർ പോർഷനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു പാരാമെട്രിക് ആയിട്ടുള്ള LED ലൈറ്റ്സ് ടെയിൽ ലൈറ്റ്സിനൊപ്പം തന്നെ ഇത് നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ടേണിംഗ് ഇൻഡിക്കേറ്റർ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഹൈ മൗണ്ടഡ് ലൈറ്റും അതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇത് SX വേരിയന്റ് ആണ്. SX മാനുവൽ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണ്. 528 ലിറ്റർ ആണ് ഇതിന്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇതാണ് ഇതിന്റെ സ്പെയർ വീൽ വരുന്നത്. 15 ഇഞ്ചിന്റെ ടയറാണ് സ്പെയർ വീലായിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് SX വേരിയന്റിന് റിയർ വ്യൂ ക്യാമറയും നൽകിയിട്ടുണ്ട് ഇൻബിൽറ്റ് ആയിട്ട്.
നമുക്ക് വെർണ SX-ന്റെ കീ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്, ഹോൾഡ് ബട്ടൺ. ഇത് വണ്ടി പുറത്തുനിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്താൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക്, അൺലോക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഡോറെല്ലാം തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഡോറാണ് വരുന്നത് ഇതിന്. നമുക്ക് ഡോറിൽ കൺട്രോൾസ് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റിനുള്ള ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, സെന്റർ ലോക്കിങ്, 4 ഡോറിന്റെ പവർ വിൻഡോ, പിഞ്ച് ഫംഗ്ഷൻ. നമുക്ക് റിയറിലെ ഒരു വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഹാൻഡിൽസ് വരുന്നത്. ഒരു അലുമിനിയം ടൈപ്പ് ഫിനിഷുള്ള ഹാൻഡിൽസ് ആണ് വരുന്നത്. 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫോണൊക്കെ വെക്കാനുള്ള ഒരു പോർഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോഫ്റ്റ് മെറ്റീരിയലാണ്, ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ഈ ഒരു ബേജ് കളറിലുള്ള 2 കളർ തീമിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. സീറ്റ് വെർണയുടെ സീറ്റ് വരുന്ന ഈ ഒരു കളറിലാണ്, ബേജ് കളറിലുള്ള സീറ്റാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവലായിട്ടാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ആൻഡ് SX ഓപ്ഷനിൽ മാത്രമേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. ഇത് SX ആയതുകൊണ്ട് ഇതിന് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. അതിന്റെ താഴെ ട്രാക്ഷൻ കൺട്രോൾ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ, ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ, ഫ്യൂവൽ സേവ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ട്രാഫിക്കിലൊക്കെ നിർത്താം, ഇത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഹെഡ്ലൈറ്റ് ലെവലർ വരുന്നുണ്ട്. ഇതാണ് AC-ന്റെ വെന്റ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ഓഫും ഓണും ചെയ്യാൻ സാധിക്കും. വെർണ SX-ന്റെ ഇന്റീരിയർ പോർഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 2 സ്പോക്ക് ആണ്. ഇതിൽ തന്നെ നമുക്കിവിടെ വോയിസ് കമാൻഡ്, കോളിനുള്ള ബട്ടണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ രീതിയിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇടതുവശത്തായിട്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മെനു ടോഗിൾ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങൾ, വോളിയം, അതിന്റെ ക്രൂയിസ് കൺട്രോളിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഹോൺ വരുന്നത്. വലതുവശത്തായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്, ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പാർക്കിംഗ് മോഡ് വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും, ടെലിസ്കോപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ സ്പീഡോമീറ്റർ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ടയർ പ്രഷർ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് RPM, അതുപോലെ സ്പീഡ്, വണ്ടിയുടെ ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. ഡോർ ഓപ്പൺ ആണെങ്കിൽ അത് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. ഇതിന്റെ വശത്തെ സൈഡിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ഇത് 8 ഇഞ്ചിന്റെ സ്ക്രീനാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫോൺ മിറർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോൺ നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫോണിലുള്ള കാര്യങ്ങൾ, മാപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള മിറർ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ടച്ച് എല്ലാം തന്നെ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതിന്റെ താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ AC-ന്റെ വെന്റ് ഓണും ഓഫും ചെയ്യാനുള്ള ഒരു സ്വിച്ച് നൽകിയിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്കിവിടെ AC കൺട്രോൾസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബട്ടണിൽ തന്നെ നമുക്ക് AC-ന്റെ മീഡിയന്റെ കൺട്രോൾസ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ 1 ടച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇത് മീഡിയ കൺട്രോൾസ് ആയിട്ട് മാറി, വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ AC-ന്റെ കൺട്രോൾസ് ആയിട്ട് മാറും. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് ഫാനിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓഫ് ചെയ്യാം. പിന്നെ റിയറിലും ഫ്രണ്ടിലെ മിസ്റ്റ് കളയാനുള്ള ബട്ടൺ ഉണ്ട്. ഓട്ടോ AC വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് SX ഓപ്ഷനിൽ വരുമ്പോൾ സീറ്റ് വെന്റിലേഷന്റെ സ്വിച്ച് ആണ് വരുന്നത്. ഇതിപ്പോ SX ആയതുകൊണ്ട് ഇതിന് അവിടെ സ്വിച്ചുകൾ വരുന്നില്ല. ഇതാണ് നമുക്ക് ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ. ടൈപ്പ് C2C ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. USB കണക്ട് ചെയ്യാം. ഇപ്പോൾ 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ SX വേരിയന്റിൽ വയർലെസ് ചാർജറിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ P എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇത് പാർക്കിംഗ് സെൻസറിനുള്ള ബട്ടൺ ആണ്. ഇത് നമുക്ക് P ഞെക്കുവാണെങ്കിൽ ഫുൾ ടൈം നമുക്ക് ക്യാമറ വ്യൂ ഓൺ ആക്കി വെക്കാനായിട്ട് സാധിക്കും. അത് DRVM പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഗിയർ നോബ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൽ തന്നെ DCTയും IVT ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മാനുവൽ മോഡലാണ്. 6 സ്പീഡ് മാനുവൽ ആണ്. 1.5 നോർമൽ എഞ്ചിനാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന മോഡല്. പിന്നെ ഇവിടെ മിററിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മിററെല്ലാം തന്നെ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മാപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതൊരു വൈറ്റ് ലൈറ്റിലാണ് വരുന്നത്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട് SX വേരിയന്റിൽ. ഈ രീതിയിലുള്ള സൺറൂഫ് വരുന്നുണ്ട്. പനോരമിക് അല്ല, നോർമൽ സൺറൂഫ് ആണ്. പിന്നെ കോ പാസഞ്ചറിന് ഇവിടെ വാനിറ്റി മിറർ നൽകിയിട്ടുണ്ട്. പിന്നെ വെർണയുടെ ഒരു കളർ തീം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സീറ്റ് ബെൽറ്റിന്റെ വാണിംഗ് കൂടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു 3 ഇവിടെ ലൈറ്റ്, വാണിംഗ് ലൈറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടിലേക്ക് വരും. പിന്നെ ഇതിന് നമുക്കിവിടെ
ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് വെർണയ്ക്ക്. SX വേരിയന്റിൽ 10 കളർ വരെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് നമുക്ക് വരുന്ന മൂവബിൾ ഹാൻഡ് റെസ്റ്റ് ആണ്. ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഒരു വലിയ കപ്പ്, അതുപോലെ തന്നെ കീ സൂക്ഷിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ ഒരു സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഒരു ഫാബ്രിക് ടൈപ്പ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേജും ബ്ലാക്ക് കളറിലാണ് നോർമൽ വേരിയന്റിലുള്ള വെർണ വരുന്നത്. ടർബോ വേരിയന്റ് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ കിട്ടുന്നതാണ്. ടർബോയിൽ നമുക്ക് കുറച്ച് റെഡ് ഇൻസേർട്സും കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇതിന്റെ SX ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 ഇഞ്ചിന്റെ സ്ക്രീൻ ലഭിക്കും. ഇതിപ്പോൾ 8 ഇഞ്ചാണ് വരുന്നത് SX ആയതുകൊണ്ട്. നെക്സ്റ്റ് വേരിയന്റിലേക്ക് പോകുമ്പോൾ 10 ഇഞ്ചിന്റെ ഫുള്ളി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പറഞ്ഞ SXന് നമുക്ക് ഗ്ലൗ ബോക്സ് കൂളിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീവറേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, തണുപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അല്ലാതെ പ്ലാസ്റ്റിക് എല്ലാം തന്നെ വളരെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂം വരുന്നുണ്ട്. എത്ര ഹൈറ്റ് ഉള്ള ആൾക്കും ഈസി ആയിട്ട് ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യാം. കാല് തട്ടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. സ്റ്റിയറിംഗ് എല്ലാം തന്നെ റൗണ്ട് ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്പീക്കർ വരുന്നത് നമുക്ക് ആർക്കമീസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. SX ഓപ്ഷൻ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോസിന്റെ പ്രീമിയം സ്പീക്കർ ലഭിക്കുന്നതാണ്. വിത്ത് ഇൻബിൽറ്റ് സബ് വൂഫർ ആണ് ലഭിക്കുന്നത്. സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിലും അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗിലും സീറ്റിന്റെ 2 വശത്തും പിന്നെ കർട്ടൻ എയർ ബാഗും വരുന്നുണ്ട്. ABS EBD ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗും നമുക്ക് ഈ വെർണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാണ് ഹ്യുണ്ടായി വെർണ. വെർണയുടെ SX ഓപ്ഷൻ വേരിയന്റിൽ നമുക്ക് അഡാസ് ലഭിക്കുന്നുണ്ട്. അഡാസിൽ തന്നെ ലെവൽ 2 അഡാസ് ആണ് ലഭിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ്, അതുപോലെ ലൈൻ കീപ്പ് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കും. റഡാർ ക്യാമറ ഏകദേശം ഒരു ഭാഗത്ത് വരും. അത് വെച്ചിട്ട് നമുക്ക് ഓട്ടോണമസ് ഡ്രൈവിംഗിന്റെ ഫീച്ചേഴ്സും SX ഓപ്ഷനിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, വെർണ SXന്റെ നമുക്ക് ബാക്ക് സൈഡിൽ സീറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് ലഭിക്കുന്നത്. പിന്നെ റിയർ പാസഞ്ചേഴ്സിന് ഇവിടെ AC വെന്റ് നൽകിയിട്ടുണ്ട്. 2 AC വെന്റ് നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെ ഫോൺ വെക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. 2 Type C ഫാസ്റ്റ് ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്കിവിടെ റൂം ലാമ്പ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഹാൻഡിലെല്ലാം തന്നെ കോട്ട് ഹാങ്കർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിൽ നമുക്ക് പവർ വിൻഡോയും പിന്നെ ഈ രീതിയിലുള്ള അലുമിനിയം ടൈപ്പ് ഹാൻഡിൽസ് ആണ് വരുന്നത്. റിയർ പാസഞ്ചേഴ്സിന് വേണ്ടി ഇവിടെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് SX ഓപ്ഷനിലേക്ക് പോകുമ്പോൾ റിയർ കർട്ടൻ വരും നമുക്കിവിടെ. വെർണയുടെ എഞ്ചിൻ സൈഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും അതുപോലെ 1.5 ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത്. 2 എഞ്ചിനാണ് വെർണയ്ക്ക് വരുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മോഡല് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇതിന്റെ പവർ വരുന്നത് 6300 RPM 115 bhp പവറും 4500 RPM 141 തന്നെ ടോർക്കും ഈ ഒരു വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. ഇതിന്റെ ടർബോ വേരിയന്റ് ആണെങ്കിൽ 5500 RPM 160 bhp പവർ ലഭിക്കും. 1500 to 3500 RPM 253 തന്നെ ടോർക്കും ഇതിന് ടർബോ വേരിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ അതുപോലെ IVT ഗിയർ ബോക്സിലാണ് നോർമൽ എഞ്ചിൻ ലഭിക്കുന്നത്. നമുക്ക് ടർബോ എഞ്ചിൻ വരുമ്പോൾ 6 സ്പീഡ് മാനുവൽ 7 സ്പീഡ് ഓട്ടോമാറ്റിക് 2 ഗിയർ ബോക്സ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ ടർബോ എഞ്ചിനെല്ലാം തന്നെ റിയറിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. നോർമൽ എഞ്ചിനിൽ ഫ്രണ്ട് വീലിലാണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നത്. ഹ്യുണ്ടായി വെർണയ്ക്ക് ഹ്യുണ്ടായി നൽകുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ്. പിന്നെ 5 വർഷം വരെ SOT സൂപ്പർ എന്ന് പറഞ്ഞ പാക്കേജ് എടുക്കാം. എന്നാൽ നമുക്ക് പീരിയോഡിക് സർവീസിന്റെ പാക്കേജ് 5 വർഷം ആഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ SOT എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡിപ്രീസിനുള്ള പാർട്സിന് 5 വർഷം പാക്കേജ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ 19 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഹ്യുണ്ടായി പറയുന്ന മൈലേജ്. ഓട്ടോമാറ്റിക്കിനും മാനുവലിനും സെയിം മൈലേജ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,63,000 രൂപയാണ്. ഇതിന്റെ SX ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 lakhs കൂടെ ആഡ് ആയിട്ട് 17,61,000 പ്രൈസ് വരും. ഇനി ഇതിന്റെ ബേസ് വേരിയന്റ് ആണ് EX ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 13,25,000 വെർണയുടെ ബേസ് വേരിയന്റ് ആയി EX-ന് വരുന്ന പ്രൈസ്. വെർണ നമുക്ക് ഓൾ കേരള ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്.
പിന്നെ ഈ ഒരു വാഹനം സംബന്ധിച്ച് എന്ത് ഡൗട്ട് കാര്യങ്ങളൊന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓണമായിട്ട് നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഹ്യുണ്ടായി നൽകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പുതിയ ഹ്യുണ്ടായി വെർണയെക്കുറിച്ചോ അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ മറ്റുള്ള വാഹനങ്ങളെക്കുറിച്ചോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് അതുപോലെ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.